കേരളം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. 2025 ഡിസംബർ 9, 11 തീയതികളിലായി സംസ്ഥാനം 2 ഘട്ടമായി തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കും. ഡിസംബർ 13 തീയതിയാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും ഏറെ ആവേശമുളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകുവാനും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുവാനും ഇവർക്ക് അവസരം ലഭിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലാണ്. അതിനാൽ തന്നെ വീറും വാശിയും കൂടുന്നതിനൊപ്പം പല പാർട്ടികൾക്കുള്ളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം വലിയ പൊട്ടിത്തെറികൾക്കും വഴിവെക്കാറുണ്ട്. ഒന്നിലധികം ആളുകൾ ഒരേ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്നതും റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നതും റിബൽ സ്ഥാനാർത്ഥികൾ എതിരാളികളെ പരാജയപ്പെടുത്തി വിജയിച്ചു കയറുന്നതുമെല്ലാം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പതിവ് കാഴ്ചയാണ്. 2020 കോവിഡിന് ശേഷമുണ്ടായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമൂഹ മാധ്യമങ്ങളുടെ വ്യാപകമായ ഒരു ഉപയോഗമുണ്ടായി. കാരണം ആ തെരഞ്ഞെടുപ്പ് കാലത്ത് വീട് വീടാന്തരം കയറി വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നതിൽ സ്ഥാനാർത്ഥികൾക്ക് പല പരിമിതികളും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ വ്യത്യസ്തമായ പ്രചരണ വസ്തുക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥന നടത്തിയതും വോട്ടർമാരെ ആകർഷിക്കുവാൻ ശ്രമിച്ചതും. ഇതിനായി അവർ റീലുകൾ, ഷോർട്ട് വീഡിയോകൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായ പോസ്റ്ററുകൾ, ഗ്രാഫിക് ഇമേജുകൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കുകയുണ്ടായി. 2025 തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് എത്തുമ്പോൾ AI സാങ്കേതിക വിദ്യയുടെ കൂടി അകമ്പടിയോടുകൂടി വലിയ രീതിയിലുള്ള സമൂഹ മാധ്യമ പ്രചരണമാണ് നമ്മുടെ നാട്ടിൽ കൊഴുത്തുകൊണ്ടിരിക്കുന്നത്. പല പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം റീൽ വീഡിയോകളും AI വീഡിയോകളുമെല്ലാം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ സ്ത്രീകൾക്ക് പൊതുരംഗത്തേക്ക് കടന്നു വരുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മാറാറുണ്ട്. ചിലരൊക്കെ ആദ്യ തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടുകൂടി എന്നേക്കുമായി രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന കാഴ്ചയും ചിലരെല്ലാം തുടർന്നും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന കാഴ്ചയും, ചില സ്ത്രീകൾ വിജയിച്ച ശേഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനറൽ വാർഡുകളിൽ നിന്ന് മത്സരിച്ച് വീണ്ടും ജനപ്രതിനിധികളാകുന്ന കാഴ്ചയും എല്ലാം നമ്മുടെ സമൂഹത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് സജീവമാണ്. ഏതൊക്കെയാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ സമൂഹ മാധ്യമങ്ങളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് നിരവധി വൈറൽ സ്ഥാനാർത്ഥികളെയും സൃഷ്ടിക്കുന്നുണ്ട്. ചിലപ്പോൾ സ്ഥാനാർത്ഥിയുടെ സൗന്ദര്യം കൊണ്ട്, ചിലപ്പോൾ സ്ഥാനാർത്ഥിയുടെ പ്രചരണ വസ്തുവിൻ്റെ പ്രത്യേകത കൊണ്ട്, ചിലപ്പോൾ സ്ഥാനാർത്ഥിയുടെ വ്യക്തി മികവ് കൊണ്ട്, ചിലപ്പോൾ സ്ഥാനാർത്ഥിയുടെ ഭാഷാ പ്രാവീണ്യം കൊണ്ട്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത കൊണ്ടൊക്കെ ഇത്തരം വൈറൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായി വരാറുണ്ട്. അതായത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രാദേശികമായി 400-500 വോട്ടർമാർക്കിടയിൽ നിന്ന് ജനവിധി തേടുന്ന ഒരു സ്ഥാനാർത്ഥി കേരളമെമ്പാടും അറിയപ്പെടുന്ന നിലയിലേക്ക് ഉയർന്നു വരുന്നതാണ് വൈറൽ സ്ഥാനാർത്ഥി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനവധി വൈറൽ സ്ഥാനാർത്ഥികളാണ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ ചിലരൊക്കെ ജയിക്കുകയും ചിലരൊക്കെ പരാജയപ്പെടുകയും ചെയ്തു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും നിരവധി വൈറൽ സ്ഥാനാർത്ഥികളുടെ ഉദയം സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനം പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് വസ്തുത. ഇത്തരത്തിൽ പാലാ നഗരസഭയിൽ നിന്ന് വൈറലാകുന്ന ഒരു യുവ സ്ഥാനാർത്ഥിയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. 26 വാർഡുകളുള്ള പാലാ നഗരസഭയിലെ കവികുന്ന് എന്ന് പറയപ്പെടുന്ന 8ാം വാർഡിൽ നിന്നാണ് വൈറൽ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥിയുടെ പേര് റിയ ബിനോ ചീരാങ്കുഴി എന്നാണ്. ഈ പെൺകുട്ടിക്ക് 24 വയസ്സാണുള്ളത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെയധികം സവിശേഷതകളും കൗതുകങ്ങളും റിയ ചീരാങ്കുഴിയുടെ സ്ഥാനാർത്ഥിത്വത്തിനുണ്ട്. 2020-25 കാലഘട്ടത്തിൽ റിയ ചീരാങ്കുഴിയുടെ പിതൃ സഹോദരനായ ജോസ് ചീരാങ്കുഴിയാണ് ഈ വാർഡിൽ നിന്ന്, അതായത് 8ാം വാർഡിൽ നിന്ന് കേരള കോൺഗ്രസ് പ്രതിനിധിയായി വിജയിച്ചു വന്നത്. ജോസ് ചീരാങ്കുഴി 2025 തെരഞ്ഞെടുപ്പിൽ ഇതിന് തൊട്ടടുത്തുള്ള ഒരു വാർഡിൽ നിന്ന് കേരള കോൺഗ്രസ് പ്രതിനിധിയായി വീണ്ടും ജനവിധി തേടുന്നുമുണ്ട്. എന്നാൽ റിയ ചീരാങ്കുഴി 8ാം വാർഡിൽ ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത് ജോസ് ചീരാങ്കുഴിയുടെ എതിർ വിഭാഗത്തെ പ്രതിനിധീകരിച്ചാണ്. കൃത്യമായി പറഞ്ഞാൽ UDFന്റെ സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിന്റെ പ്രതിനിധിയായി കൈയടയാളത്തിലാണ് റിയ ചീരാങ്കുഴി മത്സരിക്കുന്നത്. തന്റെ ചിറ്റപ്പനായ ജോസ് ചീരാങ്കുഴിയുടെ പാളയത്തിൽ നിന്ന് 2 ചിഹ്നത്തിൽ ഈ വാർഡിൽ റിയയുടെ മുഖ്യ എതിരാളി മത്സരിക്കുന്നുണ്ട് എന്നതും വസ്തുതയാണ്. അതിനാൽ തന്നെ സ്ഥാനാർത്ഥിത്വത്തിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വലിയ കൗതുകം പാലായിലുടനീളം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ പാലായ്ക്ക് അപ്പുറത്തേക്ക് റിയ ചീരാങ്കുഴിയുടെ സ്ഥാനാർത്ഥിത്വം വൈറലാകുന്നതിന് മറ്റ് ചില കാരണങ്ങളുണ്ട്. റിയ ചീരാങ്കുഴി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ വൈറലായിട്ടുള്ള, അല്ലെങ്കിൽ മിനി സെലിബ്രിറ്റി പദവി ആസ്വദിക്കുന്ന ഒരു 24-കാരിയാണ്. ഈ പെൺകുട്ടിയുടെ മികവ് എന്ന് പറയുന്നത് ഓഫ് റോഡ് ഡ്രൈവിങ്ങിലാണ്. ഓഫ് റോഡ് 4 വീലർ ഡ്രൈവിങ്ങിൽ നിരവധി വട്ടം ചാമ്പ്യൻ പദവി അലങ്കരിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് റിയ ചീരാങ്കുഴി. അതിനാൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ, കൃത്യമായി പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലടക്കം വലിയ രീതിയിലുള്ള ആരാധക വൃന്ദം റിയയ്ക്കുണ്ട് എന്നത് സവിശേഷതയാണ്. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടി.
ജെൻ സിയുടെ പ്രതിനിധിയായ ഒരു പെൺകുട്ടി വെല്ലുവിളികൾ നിറഞ്ഞ ഓഫ് റോഡ് ട്രാക്കുകളിലൂടെ അനായാസേന ജീപ്പുമായി കുതിച്ചു പായുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് റിയ ചീരാങ്കുഴി ഒരു സെലിബ്രിറ്റി പദവിയിലേക്ക് ഉയർന്നു വന്നത്. റിയ ചീരാങ്കുഴിയുടെ പിതാവായ ബിനോയും ഒരു ഓഫ് റോഡ് ഡ്രൈവറാണ്. പല ഓഫ് റോഡ് ഡ്രൈവർമാരുടെയും ഗുരു കൂടിയാണ് ബിനോ. ബിനോയുടെ സഹോദരനും നിലവിൽ കൗൺസിലറുമായ ജോസ് ചീരാങ്കുഴിയും ഓഫ് റോഡ് റേസിംഗ് രംഗത്ത് സജീവമായിട്ടുള്ള ഒരു താരമാണ്. ഇവർ മൂവരുടെയും നിരവധി വൈറലായിട്ടുള്ള വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. പാലായുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടിക്കാനം മരിയൻ കോളേജ്, ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് പോലുള്ള പ്രമുഖ കോളേജുകളിലെ വിവിധ പ്രോഗ്രാമുകളിലേക്ക് വിശിഷ്ടാതിഥിയായി ക്ഷണം ലഭിക്കുന്ന വ്യക്തിത്വം കൂടിയാണ് അതിനാൽ തന്നെ റിയ ചീരാങ്കുഴി. ഈ കഴിഞ്ഞ ഓണക്കാലത്ത് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത ഓണപരിപാടികളുടെ ഭാഗമായി ഓഫ് റോഡ് റൈഡർമാർക്കൊപ്പമുള്ള ഓണം എന്ന പരിപാടിയിലും റിയ ചീരാങ്കുഴിയെയും ഇവരുടെ പിതാവായ ബിനോ ചീരാങ്കുഴിയെയും അവതരിപ്പിക്കുകയുണ്ടായി. ഏതൊക്കെയാണെങ്കിലും ഓഫ് റോഡ് ട്രാക്കിലെ റാണി തെരഞ്ഞെടുപ്പ് രംഗത്ത് റാണിയാകുമോ എന്ന കാഴ്ചയ്ക്കാണ് പാല കാത്തിരിക്കുന്നത്. ഓഫ് റോഡ് ഡ്രൈവിംഗിൽ മാത്രമല്ല റിയ ചീരാങ്കുഴി എന്ന പെൺകുട്ടി വ്യക്തിമികവ് തെളിയിച്ചിട്ടുള്ളത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. TTC ആണ് ഈ 24-കാരിയുടെ വിദ്യാഭ്യാസ യോഗ്യത. പാലായിലെ അത്യാവശ്യം പേരുള്ള ഒരു CBSE സ്കൂൾ, ബ്രിട്ടീഷ് കിൻഡർ എന്ന CBSE സ്കൂൾ, അവർ കൃത്യമായി പ്രീ സ്കൂൾ കിൻഡർ ഗാർഡൻ എഡ്യൂക്കേഷനിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അവിടുത്തെ ഒരു അധ്യാപികയാണ് ഈ പെൺകുട്ടി. ഏതൊക്കെയാണെങ്കിലും പാലാ നഗരസഭയിൽ വീറും വാശിയുമുള്ള തെരഞ്ഞെടുപ്പ് രംഗത്തിന് ഒരു പുതുമയായി മാറുകയാണ് റിയ ചീരാങ്കുഴിയുടെ സ്ഥാനാർത്ഥിത്വം എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പാലായെ സംബന്ധിച്ച് ജോസ് കെ മാണിക്കും UDFനും ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് 2025-ലേത്. കഴിഞ്ഞ 40 വർഷക്കാലത്തിനിടയിൽ LDF UDF മുന്നണികളെ പ്രതിനിധീകരിച്ച് മാണി ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ മാത്രമാണ് പാലാ നഗരസഭ അധ്യക്ഷ പദവിയിൽ എത്തിയിട്ടുള്ളത്. പാലാ നഗരസഭ ഒഴികെ മറ്റൊരു നഗരസഭയിലും മാണി ഗ്രൂപ്പിന് ചെയർമാൻമാരില്ല എന്ന വസ്തുതയും നാം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഈ 40 വർഷത്തിനിടയിൽ കേവലം ഒരു വർഷക്കാലം CPMന്റെ പ്രതിനിധിയായി ജോസിൻ ബിനോ അധ്യക്ഷ പദവി അലങ്കരിച്ചത് മാത്രമാണ് ഈ ചരിത്രത്തിന് ഒരു അപവാദം എന്ന് പറയുന്നത്. എന്നാൽ ഇത്തവണ എന്തു വില കൊടുത്തും UDF കോട്ടയായ പാലാ തിരികെ പിടിക്കുമെന്ന വാശിയിൽ UDFും കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും ഇറങ്ങി തിരിച്ചുമ്പോൾ തങ്ങളുടെ കോട്ട ഏതു വിധേനയും നിലനിർത്തുവാനുള്ള വ്യഗ്രത കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുണ്ട്. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും സ്ഥാനാർത്ഥി നിർണയത്തിനും ഉൾപ്പെടെ നേരിട്ട് ചുക്കാൻ പിടിക്കുന്നത് പാർട്ടി ചെയർമാനായ ജോസ് കെ മാണി തന്നെയാണ്. നമുക്കറിയാം, ജോസ് കെ മാണി ഇടതുമുന്നണിയിലേക്ക് ചുവടുമാറുന്നത് 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ടാണ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്ക് വലിയ നേട്ടമുണ്ടാക്കുവാൻ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ സാന്നിധ്യം പാലാ നിയോജക മണ്ഡലത്തിലടക്കം സഹായകരമായിരുന്നു. എന്നാൽ 2021-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ ജോസ് കെ മാണി തന്നെ UDF പ്രതിനിധിയായ മാണി C കാപ്പനോട് ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ 2024-ൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ തങ്ങളുടെ പഴയ പതാകം തിരികെ പിടിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും മാണി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും പാലാ UDF പാളയത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുകയായിരുന്നു. മാണി ഗ്രൂപ്പിന്റെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ തോമസ് ചാഴികാടനെ ദയനീയമായി പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫ്രാൻസിസ് ജോർജ്, ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായ ഫ്രാൻസിസ് ജോർജ് MP-ആയി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിനാൽ തന്നെ 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും വിജയം ആവർത്തിക്കുവാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ ജോസ് കെ മാണിയും കൂട്ടരും ഇടതുമുന്നണിയുടെയും തങ്ങളുടെയും തിരിച്ചുവരവിനുള്ള വേദിയായിട്ടാണ് 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ നോക്കിക്കാണുന്നത്. അതിനാൽ തന്നെ ഇത്രയ്ക്ക് വീറും വാശിയോടും കൂടി പോരാട്ടം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഓഫ് റോഡുകൾ കീഴടക്കുന്ന അനായാസതയോടെ റിയ ചീരാങ്കുഴിക്ക് 8ാം വാർഡിലെ ജനഹൃദയങ്ങൾ കീഴടക്കുവാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഡിസംബർ 13-ാം തീയതി വോട്ടെണ്ണുന്നത് വരെ അവശേഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വൈറൽ സ്ഥാനാർത്ഥിയായ റിയ ചീരാങ്കുഴി എന്ന 24-കാരിയെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.